Hello friends, welcome to Science and Solution Class 10 Maths Chapter 1 Arithmetic Sequences Part 9 ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Please visit Part 1 to 8 before watching this video. ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമാണ് പിന്നീട് ഇത് പ്രൈവറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ പ്രൈവറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലിങ്ക് കിടപ്പുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിനകത്ത് അപ്ലൈ ചെയ്യുക. വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. 50 സ്റ്റുഡൻസിന് നമുക്ക് അഡ്മിഷൻ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 4 സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ഓൺലൈൻ ജോയിൻ ചെയ്തില്ലെങ്കിലും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് എപ്പോഴാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ലൈവിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പാർട്ട് 9ലേക്ക് പോവാം. പാർട്ട് 8 വരെ കാണാത്തവർ ഈ മുകളിൽ ആയിട്ട് എൻ്റെ ഒരു ലിങ്ക് വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ പാർട്ട് 1 to 8 നിങ്ങൾക്ക് കാണാവുന്നതാണ്. പാർട്ട് 9ൽ നമ്മൾ ആൽജിബ്ര ഓഫ് സീക്വൻസിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം പാർട്ട് 10ൽ നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിലേക്ക് കിടക്കും. സോ പാർട്ട് 9ൽ നമ്മൾ പറഞ്ഞു വെച്ചത്, പാർട്ട് 8ൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചതായിരുന്നു. ലെറ്റ്സ് ലുക്ക് അനദർ പ്രോബ്ലം. 3 മാച്ചിങ്സ് ടു മേക്ക് 1 ട്രയാങ്കിൾ. ഇവിടെ 3 തീപ്പെട്ടിക്കൊള്ളി വെച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ട് കണ്ടോ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ 5 ടു മേക്ക് 2 ട്രയാങ്കിൾസ്. 5 തീപ്പെട്ടിക്കൊള്ളി, നമുക്ക് നേടി നോക്കാം. 1 2 3 4 5 തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്. സിമിലർലി ഇവിടെ 7 തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 6 7 കണ്ട, 7 തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് നമുക്ക് 3 ട്രയാങ്കിൾ ഉണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണമാണ് നമ്മുടെ ചോദ്യം. ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 4 ട്രയാങ്കിൾസ്? 4ാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര മാച്ച് സ്റ്റിക്സ് വേണം? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടതാണ്. ഒരെണ്ണം ഇവിടെ, അതായത് 2 കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 4ാമത്തെ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനോട് ഒരു 2 കൂട്ടിയാൽ മതി, അതായത് 9. ക്ലിയർ? ലൈക്ക് ദിസ്. ഓക്കെ, 2 നിങ്ങൾ ആഡ് ചെയ്യുക, 9. വീണ്ടും ചോദിക്കുന്ന 5 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ വീണ്ടും 2 കൂടി ആഡ് ചെയ്യുക. സോ 9 2 11 തീപ്പെട്ടിക്കൊള്ളികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സീക്വൻസ് നമുക്കൊന്ന് എടുത്തെഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3 match sticks to make a first triangle. Thereafter we need only 2 more match sticks to make each triangle. Thus the number of match sticks form the sequence 3 5 7 9 11. അതായത് 2 വെച്ച് ഇങ്ങനെ കൂടി പോകുന്നു. ആദ്യത്തേത് 3 പ്ലസ് 2 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും, പ്ലസ് 2 ചെയ്യുമ്പോൾ 7 കിട്ടും, പ്ലസ് 2 ചെയ്യുമ്പോൾ 9 കിട്ടും, പ്ലസ് 2 ചെയ്യുമ്പോൾ 11 കിട്ടും. വീണ്ടും നിങ്ങൾക്ക് അടുത്തത് കണ്ടുപിടിക്കണമെങ്കിൽ പ്ലസ് 2 ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? 13 ആയിരിക്കും. ക്ലിയർ? So how many match sticks do we need to make 10 triangles like this? ഇതുപോലെ 10 ട്രയാങ്കിൾ വേണം. ഇതിപ്പോൾ 1 2 3 4 5 ട്രയാങ്കിൾ ആണ് കണ്ടോ. ഇത് 1 ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ, 4 ട്രയാങ്കിൾ, 5 ട്രയാങ്കിൾ. ഇങ്ങനെ 10 ട്രയാങ്കിൾ വരുമ്പോൾ എത്രയാണ് നിങ്ങൾ സ്റ്റിക്സ് ഉപയോഗിക്കേണ്ടത്? എത്ര മാച്ച് സ്റ്റിക്സ് ഉപയോഗിക്കേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം തന്നെ സീക്വൻസ് എഴുതാം. 1 2 3 4 5 അതിൻ്റെ പൊസിഷൻസ് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10ാമത്തെ പൊസിഷനിലെ ഈ സീക്വൻസിലെ ആളിൻ്റെ എണ്ണമാണ്. സോ അത് നമുക്കറിയില്ല. ക്ലിയർ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിലേക്ക് നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. 6 7 8 9 ഇത്രയും മിസ്സിംഗ് ആണ്, 10 മിസ്സിംഗ് ആണ്. ഇപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ 1ാമത്തെ ട്രയാങ്കിൾ. അതിന് 3. 2ാമത്തേലാണെങ്കിൽ ഒരു 2 തീപ്പെട്ടിക്കൊള്ളി കൂടി. 3ാമത്തെ ട്രയാങ്കിൾ വന്നപ്പോൾ 2 തീപ്പെട്ടിക്കൊള്ളി കൂടി, പിന്നെ 2 കൂടി, പിന്നെ 2 കൂടി, പിന്നെ 2 കൂടി. അങ്ങനെ ഈ ആദ്യത്തെ ട്രയാങ്കിൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും 2 വെച്ച് കൂടി പോകുന്നതായിട്ട് കാണാം. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? അങ്ങനെ 9 എണ്ണം ഉണ്ട് കണ്ടോ. അപ്പോൾ 9 × 2 18. 9 × 2 18 എന്നുള്ളത് ഇത്രയും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ട്? സാർ പറയണേ ഇത്രയും. ഫസ്റ്റ് ട്രയാങ്കിളിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി ഉണ്ട്? 3 എണ്ണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സെക്കൻഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമ്മൾ 1ാമത്തെയും പ്ലസ് 2 കൂടി കൂട്ടിയപ്പോൾ 5 കിട്ടി. ഈ 7 എങ്ങനെ കണ്ടുപിടിക്കും? 1ാമത്തെയും 2 പ്രാവശ്യം കണ്ടോ. അപ്പോൾ 7 കിട്ടി. അതായത് 3 പ്ലസ് 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ 3 + 4 7. സിമിലർലി നമുക്ക് 10ാമത്തെ കണ്ടുപിടിക്കണമെങ്കിൽ 3 ഫസ്റ്റ് ടൈം അതവിടെ നിർത്താം, പ്ലസ് ബാക്കി എത്ര പ്രാവശ്യം 2 പോകുന്നുണ്ട്? 2 9 പ്രാവശ്യം പോകുന്നുണ്ട്. അതാണ് 9 × 2 18. സോ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 21. സോ ദ ആൻസർ ഈസ് 21. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ടു വി റിക്വയർ ടു മേക്ക് 100 ട്രയാങ്കിൾസ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 10 ട്രയാങ്കിൾ നമ്മൾ എന്താണ് കണ്ടത്? 9 × 2 ആണ്. അതായത് ഈ 10ഉം 9ഉം തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്യണം. 10 ട്രയാങ്കിൾ ആണെങ്കിൽ 9
അല്ലേ? അതിൻ്റെ അർത്ഥം 10ൽ നിന്ന് 1 കുറയ്ക്കുക. ക്ലിയർ? സിമിലാർലി 100 ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇതേപോലെ തന്നെ 10 - 1 ചെയ്ത പോലെ നമുക്ക് 100 - 1 ചെയ്യാം. അത് 99 × 2 ചെയ്യുക. അപ്പോൾ 198 കിട്ടും. അതിനോട് ഈ ആദ്യത്തെ ടേം, ആദ്യം എത്ര ട്രയാങ്കിളിൽ എത്ര സ്റ്റിക്സ് ഉണ്ടായിരുന്നു? 3 ഉണ്ടായിരുന്നു. അത് കൂട്ടാം. സോ യു വിൽ ഗെറ്റ് 201. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്കൊരു ഐഡിയ കിട്ടി. 10 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 10 - 1 × 2 + 3. 100 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 100 - 1 × 2 + 3. അതുപോലെ n ട്രയാങ്കിൾ ആണെങ്കിലോ n - 1 × 2 + 3. കിട്ടിയോ? സാർ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ 9 എങ്ങനെ കിട്ടി? ഈ 9 മാറ്റി നിർത്തിയ 10 - 1. 10 ട്രയാങ്കിൾ കാണുമ്പോൾ 100 ട്രയാങ്കിൾ കാണുമ്പോൾ 100 - 1 × 2. ഈ 2 എല്ലായിടത്തും കോമൺ ആണ്. ഓക്കെ, അതിനോട് നമ്മൾ പിന്നീട് എന്ത് ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു. അപ്പോൾ അതുപോലെ ഇവിടെ n ട്രയാങ്കിൾ ആണെങ്കിൽ n - 1 × 2 + 3. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 അകത്തേക്ക് ഗുണിക്കണം. 2 × n that is 2n, 2 × -1 that is -2, ഓക്കെ, +3. ഓക്കെ, അപ്പോൾ 2n ഒരു വ്യത്യാസമില്ല, അത് അങ്ങനെ എടുത്ത് എഴുതാം. 2n ഈ -2 + 3 കൂട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? വലുതിന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ +3 -2, 3 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? +1. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, സോ 2n - 2 + 3 ചെയ്യുമ്പോൾ 2n + 1. So xn is equal to 2n + 1. So that is the number of sticks we needed to make n triangle. That is xn is equal to 2n + 1. This is the algebraic expression for the sequence 3, 5, 7 got by adding 2 again and again to 3. മൂന്നിനോട് നമ്മളിങ്ങനെ 2 കൂട്ടി പോയാൽ കിട്ടുന്ന സീക്വൻസിന്റെ algebraic expression ആണ് നമ്മളിപ്പോൾ കണ്ടത്. Thus we can easily compute the number of match sticks needed to make 500 triangle. 500 ട്രയാങ്കിൾ ആണെങ്കിലോ ജസ്റ്റ് x എഴുതുക. ഇവിടെ 500 എണ്ണത്തിന്റെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2 × 500 + 1. Okay, very easy. 1000 + 1 that is 1001. Clear? Okay, so 2 × 500 + 1 that is 1001. Okay, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. താഴെ തന്നിരിക്കുന്നതിന്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ചെയ്താൽ സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ ഒറ്റ സംഖ്യകളുടെ കാണാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ടിരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്നവർ. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 2. 1 or 6 അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ? അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 10. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ചാനലിലെ മറ്റു പ്രൈവറ്റ് വീഡിയോസ് ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിന് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്, അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും ഉൾപ്പെടെ നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നോക്കാം, 4 കുട്ടികളുടെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ഈ വീഡിയോസ് കാണുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു very much, and please don't forget to subscribe my channel. Follow me on Instagramലും അതുപോലെ ഫേസ്ബുക്കിലും നമുക്ക് ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലൈവ് ടൈം നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു very much.